ഈ 10 വർഷത്തെ ഭരണം ആ പാർട്ടിയിൽ ഉണ്ടാക്കിയ ജീർണതകൾ വളരെ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ CPM-നോട് ആഭിമുഖ്യമുള്ള സാഹിത്യകാരന്മാരും കലാകാരന്മാരൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കേട്ടില്ല. പിണറായി 3-0 വേണ്ടെന്നാണ്. തുടർ ഭരണം പാർട്ടിയെ വല്ലാതെ ജീർണതയിലെത്തിക്കും. അത് കേരളത്തിന് ദോഷമാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ദോഷമാണെന്ന് വരെ അവരുടെ ആളുകൾ വിലയിരുത്തി കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്, വെറുതെ വിലയിരുത്തപ്പെടുന്നതല്ല. ഇവിടെ നിങ്ങൾ ചോദിച്ചത് നമുക്കൊക്കെ പ്രിയങ്കരനായ നമ്മുടെ മണ്ണാർക്കാട് പൊതുരംഗത്ത് പതിറ്റാണ്ടുകളായിട്ടുള്ള ശ്രീ PK ശശി, അദ്ദേഹം വഹിച്ചിരുന്ന ഒരു പദവിയിൽ നിന്ന് ഇപ്പോൾ രാജിവെച്ചതുമായി ബന്ധപ്പെട്ടാണ്. അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, രാജിവെക്കാനിടയായ സാഹചര്യം നമ്മളൊക്കെ കുറേ ആയിട്ട് കാണുന്നതാണ്. പാർട്ടിയിൽ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുന്നത്, അദ്ദേഹത്തിനെതിരായുള്ള നടപടികൾ, അദ്ദേഹത്തെ തരം താഴ്ത്തിയത്. അപ്പോൾ അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആ പാർട്ടിക്കകത്ത് വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന കുറേ ആളുകൾ മണ്ണാർക്കാടും പരിസരത്തുമുണ്ട്. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ അങ്ങനെയുള്ളൊരു ടീം തന്നെ നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ അദ്ദേഹത്തോട് പാർട്ടി ചെയ്ത കുറേ അന്യായങ്ങൾക്കെതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളാണ് അതൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ഞാനല്ല വിശദീകരിക്കേണ്ടത്. UDF-ലേക്ക് വരാൻ സാധ്യതയുണ്ടോ? അദ്ദേഹം നിലപാട് വ്യക്തമാക്കുമ്പോൾ അതിനനുസരിച്ചുള്ള നിലപാടും മറുപടിയൊക്കെ ഞങ്ങളുടെ ഭാഗത്തുണ്ട്. അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞു, ഇതൊക്കെ സൂചനകളാണ്, ഇതൊക്കെ ഊഹങ്ങളുമാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ KTDC ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു. ഇനി എന്താണ് അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള സ്റ്റാൻഡ്, എങ്ങനെയാണ്, എന്താണ് നിലപാട്, എങ്ങനെയാണ് അദ്ദേഹം മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നയം വ്യക്തമാക്കുമ്പോൾ തീർച്ചയായും ഞങ്ങൾ അതിനോടുള്ള ഞങ്ങളുടെ പ്രതികരണവും മറുപടിയൊക്കെ UDF-ലേക്ക് വന്ന സ്വാഗതം ചെയ്യും. അല്ല, ഈ ആരും പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള അപ്പുറത്ത് വിയോജിപ്പുണ്ടായി നമ്മളുമായി സഹകരിക്കാൻ തയ്യാറുള്ളവർ വരുമ്പോൾ, അതും പൊതുപ്രവർത്തന രംഗത്ത് പാരമ്പര്യമൊക്കെയുള്ള ആളുകൾ വരുമ്പോൾ, ജനപിന്തുണയുള്ള ആളുകൾ വരുമ്പോൾ അത് സ്വാഗതം ചെയ്യും, സ്വാഭാവികമല്ലേ. അല്ല, VD സതീശൻ, കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ നേതാക്കളുമായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്ന് വരുന്നുണ്ട്. അപ്പോൾ സണ്ണി ജോസഫ് ഇന്നലെ പറയുകയും ചെയ്തു, ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളത് പറയുകയും ചെയ്തല്ലോ. അല്ല, അതാണ് ഞാൻ പറയുന്നത്. ശശിയേട്ടൻ നിലപാട് വ്യക്തമാക്കിയില്ല. ഇപ്പോൾ അദ്ദേഹം പാർട്ടിയോടുള്ളൊരു ഞാൻ വിലയിരുത്തുന്നത് അങ്ങനെയാണ്. പാർട്ടിയോടുള്ളൊരു വിയോജിപ്പിൻ്റെ ഒക്കെ ഭാഗമായിട്ട് തന്നെയാണ് പാർട്ടി നൽകിയ ഒരു ചുമതല തിരിച്ചേൽപ്പിച്ചത്. അല്ല, മറ്റുള്ള UDF നേതാക്കളെ അപേക്ഷിച്ച് MLA ആയിട്ട് ഒരു കൂടുതൽ അടുപ്പം വെക്കുന്നത് സ്വാഭാവികമായിട്ട് കഴിഞ്ഞ 15 വർഷമായി ഞാൻ മണ്ണാർക്കാടാണ്. അപ്പോൾ മണ്ണാർക്കാട്ടെ പൊതുരംഗത്ത് നമ്മുടെ നാട്ടിലെ വികസനവും സാമൂഹികവും ജനകീയവുമായ പ്രശ്നങ്ങളിൽ വളരെ അടുത്ത് ഇടപഴകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ബന്ധം ഉണ്ടല്ലോ. ആ സൗഹൃദ സംഭാഷണത്തിന് ഇടയിൽ എപ്പോഴെങ്കിലും MLA എന്നുള്ള രീതിയിൽ PKസിനെ UDF-ലേക്ക് ക്ഷണിച്ചിട്ടുണ്ടോ? അല്ല, അങ്ങനെ ചില കാര്യങ്ങൾ അങ്ങനെ പറയാൻ കഴിയില്ല. ഏതായാലും ഞങ്ങളൊക്കെ തമ്മിൽ നല്ല സൗഹൃദമാണ്. അദ്ദേഹം നിലപാട് വ്യക്തമാക്കട്ടെ, ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. വിസ്മയങ്ങൾക്ക് സാധ്യതയുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് ഈ ഭരണവും അപ്പുറത്തുള്ള ജീർണതകളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് അതിൻ്റെ ഒരു പ്രതിഫലനം പാലക്കാട് മാത്രമല്ല, കേരളത്തിലെല്ലാവർക്കും. അത് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കൂടുതൽ ശക്തിപ്പെട്ടു വരും.